നമസ്കാരം. സൂര്യ സിന്ധു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട്ടിൻ്റെ തന്നെ എറണാകുളത്തുള്ള വുഡ്ലാൻഡ്സിൻ്റെ ജംഗ്ഷനിലുള്ള ബ്രാഞ്ചിൽ തന്നെയാണ്. ആ ബ്രാഞ്ചിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്ലോർ തന്നെ റെൻ്റലിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്ലോറിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. വരും, നമുക്ക് കാണാം. ഇതുപോലെ നമ്മൾ ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് റെൻ്റലിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ എല്ലാ വിശേഷപ്പെട്ട ഫംഗ്ഷനും, കല്യാണം, എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസപ്ഷൻ, അങ്ങനെയുള്ള എല്ലാത്തിനും, ഒപ്പം ഷൂട്ടിങ്, അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ടി റെൻ്റൽ ആയിട്ടാണ് ഈ ആഭരണങ്ങൾ മുഴുവൻ കൊടുക്കുന്നത്. അപ്പം ദുൽഹൻ സെറ്റ് അല്ലെങ്കിൽ ലെഹങ്ക, സാരി, കേരള സാരി, എല്ലാത്തിനും ഏത് ഡിസൈൻ അനുസരിച്ചുള്ള രീതിയിൽ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഐറ്റം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്നത്. ഇതുണ്ട്, സാരിക്കൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ വളകൾ തൊട്ട് ബാക്കി എല്ലാ ഡിസൈനും, നമ്മുടെ എന്തുവാണ് നഗാസിൻ്റെ കളക്ഷനിലുള്ള വളകൾ, അങ്ങനെയുള്ള ജിമിക്കകൾ, വലിയ വലിയ കഥകൾ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ദുൽഹൻ സെറ്റുകൾ. കാരണം ഇത് ലെഹങ്കയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ 2-3 എണ്ണം മാത്രം കേട്ടോ ഇവിടെ ഡിസ്പ്ലേയിലുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം ബോക്സുകളിൽ ഇരിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വന്ന് ചോദിച്ചെടുക്കുക കാണണം കേട്ടോ. കാരണം എല്ലാം ബോക്സുകളിൽ സ്ഥലപരിമിതി മേലെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുവാണ്. പിന്നെ അരപ്പട്ടകൾ, ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഐറ്റം മാത്രം സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഐഡിയ നമുക്ക് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഇത് നമ്മളൊരു കേരള ട്രഡീഷണൽ ലുക്കിൽ വരുന്ന, നമ്മുടെ ആദ്യകാലം തൊട്ടേ നമ്മളുടെ എല്ലാ കാരണവന്മാരും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഒരു 100 പവനൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഒരേ ലുക്കിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലുക്കിന് നമുക്ക് ആകെ വരുന്ന റെൻ്റ് എത്രയാണെന്നാണ് നമുക്കിവിടെ പറയേണ്ടത്. ഇതാകെ വരുന്നത് 18,000 രൂപയാണ്. ഒരു 20,000 രൂപ പോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഏറ്റവും വലുതെന്ന് വെച്ചാൽ നമ്മുടെ ചെട്ടിനാട് കളക്ഷനാണ്. ആ കളക്ഷൻ്റെ ആണെങ്കിൽ പോലും ഇതിനൊരു 16,000 രൂപയെ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ആകെ 2 മാല മതി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു 4,700 രൂപ, ഇതൊരു 4,500 രൂപ. പിന്നെ നമ്മുടെ നഗാസ് കളക്ഷനിൽ വരുമ്പോൾ ലക്ഷ്മി മാലകളൊക്കെ ഉണ്ട്, ഇതിനൊരു 3,500 രൂപയൊക്കെ. ഇതിലും കുറഞ്ഞ റേറ്റിൽ ഈ കളക്ഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം നമ്മളുടെ മാലകൾ മാത്രമുള്ള ഒരു സെറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ കൂടെ വളകളും അരപ്പട്ടകളും ഒക്കെ കൂടെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റിൽ വേരിയേഷൻ വരും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയയാണ് ഞാൻ ഈ തന്നത്. പിന്നെ ഇപ്പോൾ കുറേ പേർക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മളൊരു നല്ലൊരു ട്രെൻഡിലാണ് നിൽക്കുന്നത്. കാരണം ഇതൊന്നും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഗോൾഡിലാണെങ്കിലും വാങ്ങി ലോക്കറിൽ വെക്കണ്ട എന്നൊരു തീരുമാനം എല്ലാവരും എടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഇവിടെ അതുപോലെ വന്ന് ഒരുങ്ങിപ്പോയ ഒത്തിരി വധുക്കളെ അല്ലെങ്കിൽ മണവാട്ടികളെ, ബ്രൈഡിനെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇനിയാണെങ്കിലും നമ്മൾ ശരിയാണ്, ഇത്രയും പൈസ അല്ലെങ്കിൽ 50 ലക്ഷം 60 ലക്ഷം അങ്ങനെയൊക്കെയുള്ള എമൗണ്ടുകൾ നമ്മൾ ഗോൾഡാക്കി വെക്കുന്നതിന് പകരം ഒത്തിരി പേര് ആ ഫണ്ട് കൊണ്ട് വീട് മേടിക്കുകയും സ്ഥലം മേടിക്കുകയും ജോലി വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ ഈ ചെയ്ത കാര്യം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നും ഈ റെൻ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും നമുക്കൊരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയും നമ്മുടെ ഈ കളക്ഷനുകൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കുക. അല്ലാത്തവർ വാട്സപ്പിലോ കോളിലൂടെയോ വിളിച്ച് ചോദിച്ച് ഇതെല്ലാം വീഡിയോ കോളിലൂടെ ആണെങ്കിലും കണ്ട് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാവരും നിങ്ങളുടെ അന്വേഷണങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ ആളുകളിലേക്ക്, ഇത് ആവശ്യമുള്ളവരിലേക്കെല്ലാം ഈ വീഡിയോ നല്ല രീതിയിൽ എത്തിക്കുക എന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.